നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വടക്കേ മലബാറിലെ പ്രസിദ്ധ ദേവീക്ഷേത്രമായ മുണ്ട്യാപറമ്പ് ദേവീക്ഷേത്രത്തിലാണ്. മുണ്ട്യാപറമ്പ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മേടത്തിറ മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുണ്ടിയാംപറമ്പ് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരുക്കി തറയ്ക്കുമീതൽ സ്ഥാനം തെയ്യങ്ങൾക്ക് അകമ്പടിയായി മുണ്ടിയാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കാഴ്ച വിശ്വാസികൾ വന്നവരെല്ലാം കഴിക്കുകയും കൂടെ ഇവിടെയുള്ള ആർക്കെങ്കിലും ഏതാണ്ട് 3 ജില്ലകളിലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ മേടത്തിറ മഹോത്സവത്തിന് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. മുണ്ടിയാംപറമ്പ് ക്ഷേത്രത്തിൻ്റെ മെയിൻ റോഡിലുള്ള കവാടത്തിന് അടുത്ത് നിന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. ക്ഷേത്ര കവാടവും കടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം ഒരു 300 മീറ്റർ നടന്നാൽ മുണ്ടിയാംപറമ്പ് ക്ഷേത്രം എത്തിച്ചേരും. ഉച്ചയെരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത ദേശമെന്ന് പുകഴ്പെറ്റ മുണ്ടിയാംപറമ്പ് ശ്രീ തറയ്ക്കുമീതൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ മേടത്തിറ മഹോത്സവം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മുണ്ടിയാംപറമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് മുണ്ടിയാംപറമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ കാഴ്ച. ഇതൊരു വലിയ തറയ്ക്ക് മീതെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടിയാംപറമ്പ് തറയ്ക്ക് മീതൽ ഭഗവതി ക്ഷേത്രം എന്നാണ് വിശ്വാസികൾ ക്ഷേത്രത്തെ വിളിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ ഈ മേടത്തിറ ഉത്സവവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് രാവിലെ 3 മണിക്ക് ആയി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യൂ നിന്ന് ഭക്തജനങ്ങൾ തറയ്ക്കുമീതൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമായ തറയ്ക്ക് മീതൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഭഗവതിയുടെ ഓമനക്കല്യാണം എന്നാണ് മേടത്തിറ മഹോത്സവം പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. ദേവാസുര യുദ്ധസങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് മേടത്തിറ ഉത്സവമെന്നാണ് വിശ്വാസം. കുണ്ടും കരിയൂട്ടും ഇതിൻ്റെ ഭാഗമെന്നാണ് വിശ്വാസം. ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തൻ്റെ കൂടെയുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണമൂട്ടുന്നു എന്നാണ് കുണ്ടും കരയൂട്ടിൻ്റെ സങ്കല്പം. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറക് ഭാഗത്തേക്കാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പ്രധാന ചടങ്ങിൻ്റെ ആരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ഷേത്ര ദേവിയുടെ തെയ്യക്കോലം അണിഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടിയൊക്കെ തെയ്യക്കോലത്തിൻ്റെ മുടിയൊക്കെ ഒരുക്കി തെയ്യത്തിന് തുടക്കമാകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തെയ്യം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ ആചാരപരമായ ചടങ്ങുകളിലേക്ക് കടക്കും. തെയ്യത്തെ ഏകദേശം ഒരുക്കി കൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ്. ഇതാണ് മുണ്ടിയാംപറമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൻ്റെ മുൻവശം. ഭക്തരുടെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുണ്ടിയാംപറമ്പ് മേടത്തിറ വടക്കേ മലബാറിലെമ്പാടും പ്രശസ്തമാണ്. പ്രകൃതി അറിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ് മുണ്ടിയാംപറമ്പ്. നിരവധി ഹരിതാഭമായ കാവുകൾ ഈ ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. അതിൽ താഴേക്കാവിലാണ് ഭക്തർ കോഴിയെ സമർപ്പിക്കുന്നത്.
താഴേക്കാവിലെ പ്രധാന ചടങ്ങ് കാവിൽ കലശമാണ്. ഇവിടെ നടത്തുന്ന മറികൊത്തൽ ചടങ്ങ് സർവ്വ വിഘ്നങ്ങൾക്കും അറുതി വരുത്തും എന്നാണ് നാട്ടിലെ ഭക്തജനങ്ങളും വിശ്വാസികളും വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇവിടെ മറ്റൊരു പ്രധാന സ്ഥാനമുണ്ട്. ഇവിടെ തേങ്ങ മുട്ട് നടക്കുന്ന ഒരു സ്ഥാനമാണ്. ധാരാളം വിശ്വാസികൾ ഇവിടെ തേങ്ങ മുട്ടുന്നത് നമുക്ക് കാണാം. മേടത്തറ ഉത്സവത്തിൻ്റെ രാവിലെ 9 മണിയോടുകൂടി തെയ്യം ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ തെയ്യം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ആചാരപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാര വൈവിധ്യമാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഉത്തമ കർമ്മവും മധ്യമ കർമ്മവും ഉള്ള ക്ഷേത്രമാണിത്. ഇവിടെ ദേവിയെ വലിയ ഭഗവതിയെന്നും ചെറിയ ഭഗവതിയെന്നും ആരാധിക്കുന്നു. ദേവിയുടെ തറയ്ക്കുമീതൽ സ്ഥാനത്തിനാണ് പ്രാധാന്യം. ഇവിടെ ആചാരപരമായ തെയ്യ ആചരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെയ്യം ഇപ്പോൾ ക്ഷേത്രത്തെ വലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മേലേക്കാവാണ് തറയ്ക്കുമീതൽ സ്ഥാനം. തെയ്യങ്ങൾക്ക് അകമ്പടിയായി ചെണ്ട ഉപയോഗിക്കാത്ത അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം. തെയ്യമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെയ്യം ക്ഷേത്ര വലം വയ്ക്കലിനൊക്കെ ശേഷം ഇവിടെ കൂടെയുള്ള സ്ഥാനീയർക്കും മറ്റും ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് ഉച്ച കഴിഞ്ഞാൽ ദേവിയുടെ നാമം ഉച്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലമായിരുന്നു ഇത്, അഥവാ മിണ്ടാപ്പറമ്പ് എന്നായിരുന്നു. കാലാന്തരത്തിൽ അത് മുണ്ടിയാമ്പറമ്പ് എന്നായി മാറിയെന്നാണ് വിശ്വാസം. ദേവാസുര യുദ്ധത്തിൽ ചണ്ടമുണ്ടന്മാരെ ദേവി നിഗ്രഹിച്ച സ്ഥലമാണിത്. ഇനി നമ്മൾ പോകുന്നത് മേലേക്കാവിലേക്കാണ്. മേലേക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായി തന്നെ കുറച്ച് ഉയർന്ന ഭാഗത്തായിട്ടാണ്. മേലേക്കാവിൻ്റെ ആദ്യ കാഴ്ചകൾ ഇതൊക്കെയാണ്. ആറളം എടവന കലശസ്ഥാനത്തു നിന്നും ഭഗവതിയുടെ വാൾ എഴുന്നള്ളിക്കുന്നതോടെയാണ് ഈ മേടത്തിറ ഉത്സവം ആരംഭിക്കുന്നത്. മേലേക്കാവിലെ കാഴ്ചകളാണ് ഇതൊക്കെ. മേലേക്കാവിലെ മറ്റൊരു പ്രധാന കാഴ്ച പാട്ടാളിയെ ദക്ഷിണ കൊടുത്ത് പാട്ടാളിയിൽ നിന്നും ഭക്തജനങ്ങൾ അനുഗ്രഹം വാങ്ങുന്നതാണ്. അത് ഈ ക്ഷേത്രത്തിലെ വന്നവർക്കറിയാം, അതൊരു പ്രധാന കാഴ്ച തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ചില കാഴ്ചകളൊക്കെയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളാണ്. മേലേക്കാവിൽ നിന്നും നോക്കുമ്പോൾ മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. തെയ്യം വന്ന് അവിടെ തേങ്ങയുടച്ച ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. വലിയ ഒരു ക്ഷേത്രമൊന്നുമല്ല മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം. എന്നാൽ നൂറ്റാണ്ടുകളായി വളരെയധികം പ്രസിദ്ധമായ, മലബാറിലാകമാനം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മുണ്ടിയാമ്പറമ്പ് തറയ്ക്കുമീതിൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ അഗ്നിയെ വന്ദിച്ച് കുറേ ഭക്തജനങ്ങൾ, അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് താഴേക്കാവിലേക്കാണ്. താഴേക്കാവിൽ കോഴി അറക്കലും മറ്റുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
താഴേക്കാവിലേക്ക് പോകുന്നതിന് മുൻപായി അല്പം ചൂടുവെള്ളം കുടിക്കാം. ഇവിടെ സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചൂടുവെള്ള വിതരണമുണ്ട്. എൻ്റെ നാട്ടുകാരനായ ഗോപിയേട്ടനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം താഴേക്കാവിലേക്ക് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നൂറുകണക്കിന് ആളുകൾ പ്രധാനമായും നാടൻ കോഴികളുമായി ക്യൂ നിൽക്കുന്ന കാഴ്ച. നൂറുകണക്കിന് ആളുകൾ. ഇത് താഴേക്കാവിൽ കോഴികളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ്. താഴേക്കാവിൽ കോഴികളെ സമർപ്പിച്ച് അവിടെ നിന്ന് കോഴികളെ അറുത്തതിന് ശേഷം അത് തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോഴി വിൽപ്പനക്കാരും സജീവമായി നിൽക്കുന്ന അത് വേറൊരു കാഴ്ച. താഴോട്ട് നടക്കുമ്പോൾ വലിയ ജനത്തിരക്കാണ് ഇവിടെ. താഴേക്കാവിൻ്റെ അടുത്തായി മേലെ ഉള്ളതിനേക്കാളും ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകും. ആ നീല ട്രാൾപോളിൻ കെട്ടിയ സ്ഥലത്താണ് കോഴിയെ സമർപ്പിക്കുന്നത്. അവിടെ നിന്നാണ് അറുത്ത് കൊടുക്കുന്നത്. ഏതായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായും കോഴിയെ അറക്കുന്ന ആ ഭാഗത്തിൻ്റെ വീഡിയോകൾ ചിത്രീകരിക്കാനും ഞാൻ തയ്യാറല്ല. മാത്രമല്ല, കോഴിയെ ഒരുക്കുന്ന മറ്റ് കടകളുമൊക്കെ ഇവിടെയുണ്ട്. അറുത്ത് കിട്ടിയതിന് ശേഷം ആ ഭാഗങ്ങളും എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചുകൂടി അടുത്തേക്ക് പോവുകയാണ്. ആ കാണുന്ന സ്ഥലത്താണ് ഈ കോഴിയെ അറക്കൽ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കോഴിയെ അറുത്ത് വാങ്ങിയതിന് ശേഷം ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുണ്ടം കരിയൂട്ടിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വിവിധ തരത്തിലുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം വിശ്വാസികൾ വന്നവരെല്ലാം കഴിക്കുകയും കൂടെ ഇവിടെയുള്ള ആർക്കെങ്കിലും കൊടുക്കുകയുമൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഈ മുണ്ടിയാമ്പറമ്പ് ഭഗവതി ദേവസ്ഥാനത്ത് നിന്നും മടങ്ങുക. ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം 1 കിലോമീറ്ററോളം അധികം ഇതുതന്നെയായിരിക്കും കാഴ്ച. എല്ലാ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുമെല്ലാം ഇതിനുള്ള സൗകര്യം അവർ യഥേഷ്ടം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ കണ്ട് എല്ലാവരും ഒന്ന് റെഡിയായി നിന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന കാഴ്ച. ഏറ്റവും പ്രധാനമായും വടകര, നാദാപുരം, പേരാമ്പ്ര, കുറ്റ്യാടി മേഖലകളിൽ നിന്നാണ് ഈ മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് ഈ മേടത്തറ ഉത്സവത്തിനായി ആളുകൾ എത്തിച്ചേരുന്നത്. ധാരാളം ആളുകൾ ഇങ്ങനെ ഇത് കാണിച്ചാൽ തീരാത്ത അത്രയുമുണ്ട്. ചില ആളുകൾ പരിചയപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഭഗവതി സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തജനങ്ങൾ നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അത് മറ്റൊരു കാഴ്ച. ഏതായാലും മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ മേട ഉത്സവം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. തീർച്ചയായും പങ്കെടുക്കേണ്ടതുമാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ ഇതുവരെ ഈ മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവർ, ഇങ്ങോട്ട് വരാൻ അറിയില്ലാത്തവർക്കൊക്കെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എവിടെയാണെങ്കിലും ഇരിട്ടി എന്ന പട്ടണത്തിലാണ് ആദ്യം എത്തിച്ചേരേണ്ടത്. ഇരിട്ടി എന്ന പട്ടണത്തിൽ നിന്നും നിങ്ങൾ 1-2 പേരൊക്കെ ബസ്സിനാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരിട്ടി പട്ടണത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് എടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനാണ് കയറേണ്ടത്. എടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന് കയറി എടൂർ എന്ന ആ ചെറിയ പട്ടണത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ടാക്സിയോ ഓട്ടോറിക്ഷയൊക്കെ കൂട്ടി ആണ് ഇങ്ങോട്ട് വരാൻ സാധിക്കുക. ബസ് സർവീസ് ഇല്ലാത്ത ഒരു മേഖലയാണ് ഇത്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് തറയ്ക്കുമീതയിൽ മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകളും മറ്റും എല്ലാം കണ്ടതിന് ശേഷം ഞാൻ മടങ്ങിപ്പോവുകയാണ്. മുണ്ടിയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള മേടത്തറ മഹോത്സവത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം.